ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇവിടെ നമ്മൾ കഴിഞ്ഞ 3 സന്ധ്യകളിൽ ഈശാവാസ്യമിദം സർവം എന്നൊരു വിഷയമാണ് സാമാന്യമായി ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശ്വരൻ എന്നുള്ളതിന് നിയാമക ബന്ധത്തെ മുൻനിർത്തിയും കാരണബന്ധത്തെ മുൻനിർത്തിയും നമ്മൾ അർത്ഥം ചിന്തിച്ചു. നിയാമക ബന്ധം വ്യാവഹാരിക തലത്തിലാണ്. അതായത് ജഗത്തിൻ്റെ ജീവൻ്റെ ഭാവത്തിലാണ്. കാര്യകാരണബന്ധം നമ്മൾ വിചാരത്തിന് വിധേയമാക്കി സകല വ്യാവഹാരികതകൾക്കും അപ്പുറത്ത് സർവകാരണം എന്നുള്ള സ്വരൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇങ്ങനെ 2 പ്രകാരത്തിൽ ഈശ്വര ശബ്ദാർത്ഥം ചിന്തിച്ച ശേഷം അങ്ങനെയുള്ള ഈശ്വരനാൽ ഇത് മുഴുവനും ആച്ഛാദനീയമാണ് എന്ന് പറഞ്ഞു. ഏതുപോലെ ആച്ഛാദനീയം? ദൃഷ്ടാന്തം ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തന്നതിനെ നമ്മൾ ആലോചിച്ചു. ചന്ദനത്തിൻ്റെ സ്വരൂപഭൂതമായ സുഗന്ധത്താൽ ചന്ദനം ആവരണം ചെയ്യപ്പെട്ട പോലെ ഈ കാണാകുന്ന സകലത്തിൻ്റെയും സ്വരൂപം ഈശ്വരനാണെന്ന ബോധത്താൽ ഇതെല്ലാം ആവരണം ചെയ്യപ്പെടണം. അപ്പം പിന്നെ ഇതെല്ലാം തദ്ഭിന്നമായിട്ടില്ല. ശ്രദ്ധിക്കുക. നിയാമക ബന്ധത്തെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചമഖിലവും ഒരു ശക്തി വിശേഷത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. ആ നിയമന സ്വഭാവത്തെ, നിയാമകനെ അല്പം വിചാരം ചെയ്താൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അണു മുതൽ ബ്രഹ്മാണ്ടം വരെ സർവത്തെയും നിലനിർത്തുന്ന, നിയമിക്കുന്ന ശക്തിവിശേഷത്തെ. അതും നമ്മൾ വിചാരത്തിന് വിധേയമാക്കിയതാണ്. ആ ഈശ്വരീയമായ നിയമനഭാവത്തെ ഒരല്പം വിചാരശീലന് നിഷേധിക്കാൻ കഴിയില്ല. എന്നെ ഞാനായും നിന്നെ നീയായും സകലത്തിനെയും അതത് ഭാവത്തിൽ നിലനിർത്തിക്കൊണ്ട് ആ നിയാമകത്വം പ്രവർത്തിക്കുന്നുണ്ട്. അഗ്നി ഉഷ്ണവത്തായിരിക്കുന്നത് എങ്ങനെ? ജലം ദ്രവത്വത്തോടുകൂടിയിരിക്കുന്നത് എങ്ങനെ? ആകാശം ശബ്ദവത്തായിരിക്കുന്നത് എങ്ങനെ? വായു സ്പർശവത്തായിരിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആ നിയാമക ഭാവത്തെ ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെയുള്ള ഈശ്വരനാൽ അതുപോലെ ഈ കാര്യാകാരത്തിലുള്ള സകല പ്രതിഭാസങ്ങളുടെയും അടിസ്ഥാനമായ ഉണ്മ, സത്ത എന്തോ യാതൊന്നിനാൽ ഇതെല്ലാം ഉള്ളതായി തീരുന്നുവോ ആ പരമകാരണത്താൽ
അവിടെ ഈശ്വര ശബ്ദത്തിന് ലക്ഷ്യാർത്ഥം ബ്രഹ്മമെന്ന് നമ്മൾ മനസ്സിലാക്കി. എല്ലാം ഏകമായ അദ്വിതീയമാണ് ആയ സത്യമാണെന്ന ബോധത്താൽ ഇതിനെ മുഴുവനും ആവരണം ചെയ്യൂ. എല്ലാം ആവരണം ചെയ്യപ്പെടേണ്ടതാകുന്നു. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരാശയം, ഇത് ഉപനിഷത്തിലുള്ള മന്ത്രമാണ്. ഉപനിഷത്തുക്കളെല്ലാം തന്നെ ഉപദേശിക്കപ്പെട്ടത് അറിയിക്കുന്നതിനാണ്. വേദമന്ത്രങ്ങളിൽ പല പ്രകാരം വിനിയോഗങ്ങളുണ്ട്, പല പ്രകാരം പ്രവൃത്തികളുണ്ട്. ഏതെങ്കിലും യജ്ഞസംബന്ധിയായ മന്ത്രം നമ്മളിവിടെ പഠിച്ചുവെങ്കിൽ അത് അറിയിക്കുന്നതിന് മാത്രമല്ല, പിന്നെ അറിഞ്ഞനുഷ്ഠിക്കണം. ഏതോ ഒരു യാഗവിശേഷത്തെ സംബന്ധിച്ചായാലും അറിഞ്ഞ് അനുഷ്ഠിക്കണം. അറിവും അനുഷ്ഠാനവും അത് ശ്രവിച്ച ശേഷം സാധകൻ എപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടോ അപ്രകാരം അനുഷ്ഠിക്കണം. ഉപനിഷത്ത് മന്ത്രങ്ങൾ ബോധിപ്പിക്കാനാണ്, അറിയിക്കുന്നവയാണ്. അറിയാനിച്ഛിച്ച സത്യജിജ്ഞാസുവെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. അറിയുന്നതോടെ അവിടെ കൃതാർത്ഥമാകുന്നു. അവിടെ മറ്റൊന്ന് കർത്തവ്യമായി ശേഷിക്കുന്നില്ല. ഏതായാലും അറിയുക എന്നുള്ളതിന് തന്നെ സമീപിച്ച സാധകനെ മുൻനിർത്തിയാണ് ഉപനിഷത് മന്ത്രങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈശാവാസ്യമിതം സർവം, ഇതെല്ലാം ഈശ്വരനാൽ വാസ്യമാണ്. എങ്ങനെ വാസ്യം എന്ന സംശയം ചോദിക്കാൻ വയ്യ, അത് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്നിൽ നിന്ന് ഭിന്നമായ പുതപ്പിനെ കൊണ്ട് ഞാൻ എന്നെ മൂടുന്നു എന്നുള്ളത് പോലെയല്ല, സ്വരൂപഭൂതമായ സുഗന്ധത്താൽ ചന്ദനം മൂടപ്പെട്ടു എന്ന കണക്കെ സ്വരൂപത്താൽ, ഈശ്വരനാണ് സകലത്തിൻ്റെയും സ്വരൂപമെന്ന ബോധത്താൽ, സർവത്തിൻ്റെയും സ്വരൂപം ഏകവും അദ്വിതീയവുമായ ഈശ്വരത്വമാണെന്ന ബോധത്താൽ ഈ സകലത്തെയും ആവരണം ചെയ്യേണ്ടതാകുന്നു. ഇതാണ് ഉപദേശിക്കപ്പെട്ടത്. ഇവിടെ ഇതം സർവം, ഇതെല്ലാം എന്ന് പറയുന്നു. ഇതെല്ലാം എന്താ? ഇതെല്ലാം എന്ന് പറഞ്ഞാൽ, ഇതെന്ന് നമ്മൾ സാധാരണഗതിയിൽ ഇന്ദ്രിയ പ്രത്യക്ഷമായതിനെ സംബന്ധിച്ചാണ് പറയുക. ഇത്, ഈ മൈക്രോഫോൺ, അല്ലെങ്കിൽ ഈ റിസ്റ്റ് വാച്ച്, ഈ വസ്ത്രം, ഇതെന്നെപ്പോഴും നമ്മൾ പറയുന്നത് ഇന്ദ്രിയ പ്രത്യക്ഷമായി ദേശം കൊണ്ടും കാലം കൊണ്ടും സമീപസ്ഥമായതിനെയാണ് സാധാരണഗതിയിൽ. പക്ഷെ നമ്മൾ വേദാന്തശാസ്ത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതം എന്നുള്ള ശബ്ദത്തിന് വളരെ അധികം വ്യാപ്തിയുണ്ട്. സകല ഇന്ദ്രിയങ്ങളെ കൊണ്ടും യുക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും നമുക്ക് എന്തിനെ മനസ്സിലാക്കാൻ സാധിക്കുമോ അതൊക്കെയും ഇതം എന്നുള്ളതിൻ്റെ അർത്ഥമായി വരും വേദാന്ത ശാസ്ത്രത്തിൽ. സാധാരണ സംസ്കൃത ഭാഷയിൽ അങ്ങനെയില്ല. സാധാരണ വ്യാവഹാരിക ഭാഷയിൽ ഇതം, ഇത് എന്ന് മലയാളത്തിൽ പറഞ്ഞത് ഇതം എന്നുള്ളതിൽ നിന്നാണ്, ഇതം എന്നാണ് ഇത് എന്നായത്. അപ്പോൾ ഇത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ പ്രത്യക്ഷമായി ദേശകാലാദികളെ കൊണ്ട് സമീപസ്ഥമായതാകുന്നു. എന്നാൽ വേദാന്തശാസ്ത്രത്തിൽ ഇതം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അതിന് വ്യാപ്തിയുണ്ട്. ഏകാദശേന്ദ്രിയൈർയുക്തിയ ശാസ്ത്രേണാപ്യവഗമ്യത്തെ യാവത് കിഞ്ചിത് ഭവേദേതദ് ഇദം ശബ്ദോദിതം ജഗത്. സ്പഷ്ടമായി വിദ്യാരണ്യ സ്വാമികൾ പറഞ്ഞു തരും. 11 ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഏകാദശേന്ദ്രിയൈഹി
യുക്തിയാ യുക്തി കൊണ്ടും ശാസ്ത്രേണ ശാസ്ത്രം കൊണ്ടും അപ്പി അവഗമ്യതേ യാവത് കിഞ്ചിത് ജഗത് ഏതൊരു ജഗത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ അതൊക്കെയും. അപ്പോൾ 11 ഇന്ദ്രിയങ്ങളെ കൊണ്ടും യുക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും എന്തെന്തിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ അതൊക്കെയും ഇതം ശബ്ദോദിതം ഇതം എന്നുള്ള ശബ്ദത്താൽ പറയപ്പെടുന്നതാണ്. അപ്പോൾ ഇതം എന്നുള്ളതിൻ്റെ അർത്ഥം വളരെ വിപുലമായി എന്ന് മനസ്സിലാക്കുക. സ്വർഗലോകമുണ്ടെന്ന് ശാസ്ത്രം പറഞ്ഞാൽ അതും ഇതം എന്നുള്ളതിൽപ്പെടും. നരകലോകമുണ്ടെന്ന് ശാസ്ത്രം പറഞ്ഞാൽ അതും ഇതം എന്നുള്ളതിൽപ്പെടും. വൈകുണ്ഠമോ കൈലാസമോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതും ഇതം എന്നുള്ളതിൽപ്പെടും. അല്ലാണ്ട് അത് എന്നുള്ളതിലല്ല, അതിലല്ല ഇതം. അത് എന്നുള്ളത് എന്നുള്ളതിലാണ് ഉണ്ടായിട്ടുള്ളത്. അധസ് ശബ്ദം, അതിലാണ് അത് എന്ന് മലയാളത്തിൽ ഉണ്ടാവുന്നത്. ശരി, ഇരിക്കട്ടെ. അപ്പം സമസ്ത പ്രപഞ്ചവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സമസ്ത പ്രപഞ്ചവും ഇതം എന്നുള്ളതിൻ്റെ അർത്ഥമായി വരും. ഇതം സർവം. ഇതം എന്ന് പറഞ്ഞിട്ടും ഋഷിക്ക് തൃപ്തിയാവുന്നില്ല. ശരിക്കും ഈ സർവം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം പൊട്ടു. എന്നിട്ടും തൃപ്തി വരാതെ ഏതെങ്കിലും ഒന്ന് ശേഷിക്കുമോ എന്നൊരാശങ്ക ആർക്കും തോന്നരുത് വിചാരിച്ചിട്ട് പറയാണ് ഇതം സർവം, ഇതെല്ലാം ഈശാവാസ്യം. എന്ത്? യത് കിഞ്ച ജഗത്യാം ജഗത്. ഈ ജഗതിയിൽ, ഈ ചലനാത്മകമായ പ്രപഞ്ചത്തിൽ ജഗത് യത് യാതൊരു ജഗത്തുണ്ടോ, എന്തെന്ത് ജഗത്തുക്കളെ, ഏതേത് ജഗത്തുക്കളെ നമ്മൾ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ അതെല്ലാം ഈശാവാസ്യം. ഇത് ഉപനിഷത്തിൻ്റെ ആദ്യ വാക്കാണ്, ഇത് ഉപനിഷത്തിൻ്റെ അവസാന വാക്കുമാണ്. വിചാരദശയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിട്ടുണ്ട്, സർവം ഖലു ഇദം ബ്രഹ്മ, ഇതെല്ലാം നിശ്ചയമായും ബ്രഹ്മമാകുന്നു. സർവം ഹ്യേതത് ബ്രഹ്മ, നിശ്ചയമായും ഇതെല്ലാം ബ്രഹ്മമാകുന്നു. ബ്രഹ്മൈവേദം സർവം, ഇതെല്ലാം ബ്രഹ്മമാകുന്നു. ആത്മൈവേദം സർവം, ഇതെല്ലാം ഏകവും അദ്വിതീയവുമായ ആത്മാവാകുന്നു. പുരുഷ ഏവ ഇദം സർവം, ഇതെല്ലാം പൂർണ്ണമാകുന്നു. എത്ര മന്ത്രങ്ങളായി ഈ അർത്ഥത്തിൽ. എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് തന്നെ, സ്വരൂപതയാ ഏകം. ചിന്തിക്കുക. ഈ പ്രപഞ്ചത്തെ കണ്ടറിയുന്നു നമ്മൾ. പ്രപഞ്ചത്തെ കാണുന്ന തലത്തിൽ പ്രപഞ്ചത്തിലെ വികാരങ്ങളെ നമ്മൾ കണ്ടറിയുന്നു. ഒന്നിനൊന്ന് വിലക്ഷണങ്ങളായ ഘടകങ്ങളോടുകൂടിയ പ്രപഞ്ചത്തെ. ശരി, ഈ വിലക്ഷണതകളൊക്കെ കാര്യാകാരത്തിലേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കുന്നു. കാര്യമായി അഭിവ്യക്തമാകുമ്പോൾ ഈ വിശേഷതകളൊക്കെയുണ്ട്. ഏതൊരു വൈജ്ഞാനിക ശാഖയെ പിൻപറ്റി നിരൂപണം ചെയ്താലും, അത് ഏതെങ്കിലും ഒരു വൈജ്ഞാനിക ശാഖ എന്ന് പറയുന്നില്ല, ഏത് വൈജ്ഞാനിക ശാഖയെ പിൻപറ്റി വിചാരം ചെയ്താലും ഈ വൈവിധ്യങ്ങളെ മുഴുവൻ നമ്മൾ ചുരുക്കി 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 കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഒരു സൂചന മാത്രം പറയാം, വിസ്തരിച്ചാൽ തീരില്ല. ഒരു രസതന്ത്രജ്ഞൻ ഈ വൈവിധ്യപൂർണമായ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ 40 ചോടെ മൂലകങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. 40 ചോടെ എലിമെൻറ്റ്സ് ചേർന്നിട്ടാണ് ഈ കാണാകുന്നതൊക്കെയായി തീർന്നിട്ടുള്ളത്.
100 ചില്ലാൻ എലിമെൻസൊക്കെ കണ്ടെത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ശക്തമായി സമ്മേളിച്ച് വിവിധാകാരത്തിൽ തീരുന്ന ഘടകങ്ങളുടെ എണ്ണം 40 ചോടയുള്ളൂ. പോട്ടെ, ഇനി ആർക്കെങ്കിലും അങ്ങനെ പിടിവാശി ഉണ്ടെങ്കിൽ ഇനർട്ടായിട്ടുള്ളവയെ മാറ്റിയിട്ട് ബാക്കി എല്ലാ മൂലകങ്ങളെയും പറഞ്ഞോളൂ. എന്നാൽ 100 ചോട. അയാൾ മനസ്സിലാക്കുന്നു, ഈ കോടാനുകോടി ഘടകങ്ങളോടുകൂടി ഞാൻ കാണപ്പെട്ടതെല്ലാം 100 അയാൾ പറയും. ഒരു ഊർജതന്ത്രജ്ഞൻ ഇതേ പ്രപഞ്ചത്തെ കാണുമ്പോൾ ഇതെല്ലാം കേവലം ശക്തിയുടെ സ്പന്ദനമാണെന്ന് അയാൾ മനസ്സിലാക്കും. ഈ കാണാകുന്ന ഒരു ദ്രവ്യത്തിനും ആത്യന്തിക സത്തയില്ല. ഇതെല്ലാം കേവലം ശക്തി സ്പന്ദനമാണെന്ന് അയാൾ ഈ കാണാകുന്ന സകല ദൃശ്യജാലങ്ങളെയും കേവലം ഒരു ശക്തി സ്പന്ദനമായി മനസ്സിലാക്കുന്നു. ഒരു സാഖ്യൻ ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ സകലവും 3 ഘടകങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നു: സത്വവും രജസും തമസും. പഞ്ചഭൂതങ്ങളെ അപഗ്രഥിക്കുന്ന ശീലത്തോടുകൂടിയ ഭൗതികൻ ഇവയെല്ലാത്തിനെയും 5 ചുരുക്കി പറയുന്നു. ഈ വക വിചാരത്തിനൊന്നും ശ്രമിക്കാത്ത ഒരു സാമാന്യ വ്യക്തിയാകട്ടെ അത് വേറെ ഇത് വേറെ എന്ന് മനസ്സിലാക്കി വിവിധങ്ങളെ സത്യമെന്ന് കരുതി കഴിയുന്നു. ചിന്തിക്കുക. ഏതായാലും ഇങ്ങനെ വിവിധങ്ങളായ വിജ്ഞാനീയ ശാഖകളിലൂടെ വിചാരം ചെയ്യുമ്പോൾ തന്നെ ഈ കാണപ്പെടുന്ന വൈവിധ്യത്തിൽ അർത്ഥമില്ലെന്നും ഇതൊക്കെ ചില ചില ഘടകങ്ങളുടെ ചേരുംപടിയുള്ള ചേർച്ച കൊണ്ട് ഇപ്രകാരമായിരിക്കുകയാണെന്നും അത് കേവലം ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുണ്ടെന്ന് പറയാം, അല്ലാതെ എല്ലായ്പ്പോഴും ഇത് ഇങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ജഗത്തിന് മിഥ്യാത്വം ആചാര്യൻ പറഞ്ഞു തന്നത്. പ്രതിക്ഷണ പ്രധ്വംസമാനം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ജഗത്തിനെ പറയും. പ്രതിക്ഷണ പ്രധ്വംസമാനമാണ്. പ്രതിക്ഷണം പ്രധ്വംസിക്കപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു എന്നാ തോന്നണത്, എനിക്ക് പുലയും വാലായ്മയും ഒഴിഞ്ഞ നേരമില്ല. കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് കോശങ്ങൾ ദിവസവും മരിക്കുന്നു, 10,000-കണക്കിന് ദിവസവും ജനിക്കുന്നു. ഈ ശരീരത്തിൽ 10,000-കണക്കിന് കോശങ്ങളുടെ മരണം ദിവസവും നടക്കുന്നത് കൊണ്ട് എനിക്ക് പുലയെപ്പോഴും, 10,000-കണക്കിന് ജനിക്കുന്നത് കൊണ്ട് വാലായ്മയും എപ്പോഴും. ഇതൊഴിഞ്ഞ നേരമില്ല. ഇവയുടെ നിരന്തര ഭാവത്താൽ ഇതൊക്കെ ഇങ്ങനെ കാണപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ ശാശ്വതമാണ്, സത്യമാണെന്നൊന്നും ആർക്കും പറയാനൊക്കില്ല. അതാണ് ജഗത്യാം യത്കിഞ്ച ജഗത്ത്. ഈ ചലനാത്മകമായ ജഗത്തിൽ യാതൊന്ന് ജഗത്തുണ്ടോ അതെല്ലാം അധിഷ്ഠാന സദ്വസ്തു ഏകമെന്ന ബോധത്താൽ നീ ആവരണം ചെയ്യൂ. അപ്പോഴാണ് സർവം ഖലു ഇദം ബ്രഹ്മ എന്ന വാക്യം നമ്മൾ വിചാരത്തിന് വിധേയമാക്കിയത്. ഈ വിഷയം ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയാറുള്ളൊരു ദൃഷ്ടാന്തമുണ്ട്. സാധാരണ പറയാറുള്ളതായതുകൊണ്ട് ഈ കൂട്ടത്തിൽ പലരും അത് കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും. സാരമില്ല, വേദാന്തത്തിൽ ആവർത്തനം ദോഷമല്ല. സാഹിത്യത്തിലൊക്കെ ആണെങ്കിൽ ദോഷം എന്ന് പറയാം, വേദാന്തത്തിൽ ദോഷമല്ല ആവർത്തനം. മന്ത്രങ്ങൾക്ക് ലജ്ജയില്ല എന്നാ ഭാഷ്യകാരൻ പറയണത്. ന മന്ത്രാണാം ജാമിത അസ്തി. മന്ത്രങ്ങൾക്ക് ലജ്ജയില്ല. എന്താ പറഞ്ഞാൽ തന്നെ പറയണത്? നീ കേൾക്കാനിരിക്കണുണ്ട്, അല്ലാണ്ടെന്ത് പറയണം? എനിക്കാണോ നാണം? കേൾക്കാനിരിക്കണം നിനക്കാണോ? ഇത്ര കാലമായി കേൾക്കണോ? ഇനിമേൽ കേൾക്കില്ല എന്ന് വിചാരിക്കണ്ടേ? നീ കേൾക്കാനിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു. അതാണ് മറുപടി അവിടെ.
എന്താ അത്? ഒരച്ഛനും മകളും കൂടി സ്വർണ്ണാഭരണം വാങ്ങാൻ പോവുകയാണ്. മകൾക്ക് വേണ്ടിയാണ് ആഭരണം. അവിടെ എന്തോ ഒരു ചടങ്ങുണ്ട്, കല്യാണ കാതുകുത്തോ എന്തോ ആട്ടെ. ഈ ജ്വല്ലറി അക്ഷരാർത്ഥത്തിൽ പണിക്കൂലി ഈടാക്കാത്ത ജ്വല്ലറിയാണ്. വെറും പരസ്യമല്ല, സത്യസന്ധരാണ് അവർ. പണിക്കൂലി ഈടാക്കാത്ത ജ്വല്ലറിയാണ് 100%. ശരി, ഈ പണിക്കൂലി ഈടാക്കാത്ത ജ്വല്ലറിയിലേക്ക് പോയ അച്ഛനും മകളും, അച്ഛൻ്റെ വരുമാനമാണ്, മകൾ പ്രത്യേകിച്ച് വരുമാനം ഇല്ലാത്തവളാണ്. ശരി, മകൾ കാണുന്നതൊക്കെ ആഭരണത്തെയാണ്. മക്കൾക്ക് അവളുടെ മനസ്സിനിണങ്ങുന്ന ആഭരണം വേണം. അവളുടെ ദൃഷ്ടിയിൽ അവൾ കാണുന്നതൊക്കെ ആഭരണം. എനിക്ക് യോജിക്കണ മാല, എനിക്ക് യോജിക്കണ വള, എനിക്ക് യോജിക്കണ അത്, എനിക്ക് യോജിക്കണ ഇത്. അച്ഛൻ മകൾക്ക് നല്ല ആഭരണം വേണം എന്ന് സങ്കല്പമുള്ള ആളാണ്. എൻ്റെ മകൾക്ക് യോജിക്കുന്ന ആഭരണം വേണം എന്ന് അച്ഛൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം അച്ഛൻ മറ്റൊന്നുകൂടി ചിന്തിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് ആവുന്നത്ര സ്വർണമേ വാങ്ങാവൂ. അച്ഛന് അവിടെ 2 ദൃഷ്ടിയുണ്ട്, സ്വർണദൃഷ്ടിയും ആഭരണ ദൃഷ്ടിയും. മക്കൾക്കവിടെ ഒരു ദൃഷ്ടിയേ ഉള്ളൂ, ആഭരണ ദൃഷ്ടി. മക്കൾക്കവിടെ സ്വർണദൃഷ്ടി ഇല്ല. അച്ഛന് 2 ദൃഷ്ടിയുണ്ട്, സ്വർണദൃഷ്ടിയും ആഭരണ ദൃഷ്ടിയും. ആ ജ്വല്ലറി പണിക്കൂലി ഈടാക്കാത്ത ജ്വല്ലറിയാണെന്നും അത് സത്യസന്ധമായ ഒരു അവകാശവാദമാണെന്നും പറഞ്ഞു. അന്നിലേക്ക് ജ്വല്ലറി ഉടമസ്ഥൻ എത്ര ദൃഷ്ടി ഉണ്ടാവും? ഒരു ദൃഷ്ടിയേ ഉള്ളൂ, സ്വർണദൃഷ്ടി മാത്രം. നിങ്ങൾ ഏതാഭരണം എടുത്താലും കൊള്ളാം, പൈസ സ്വർണത്തിന് മതി. ആഭരണം ആ ജ്വല്ലറിയിൽ ഫ്രീ ആണ്. 100% സൗജന്യമായിട്ടാണ് അയാൾ ആഭരണം വിൽക്കുന്നത്. അയാൾക്കൊരൊറ്റ ദൃഷ്ടി മാത്രമേ ഉള്ളൂ, സ്വർണദൃഷ്ടി. കാരണം അയാൾക്കറിയാം സ്വർണമല്ലാതെ ഒരു വസ്തുവും ഈ ആഭരണ വിശേഷങ്ങളിലില്ല. ഇവിടെ നമ്മൾ ഈ 3 വ്യക്തികളിൽ 3 ദൃഷ്ടിയാണ് കാണുന്നത്. ഈ കുട്ടിയിൽ ആഭരണ ദൃഷ്ടി, അച്ഛനിൽ സ്വർണദൃഷ്ടിയും ആഭരണ ദൃഷ്ടിയും. ജ്വല്ലറി ഉടമസ്ഥനാകട്ടെ കേവലം സ്വർണദൃഷ്ടി. ഐതദാത്മ്യമിദം സർവം തത് സത്യം. ഈ കാണാകുന്ന എല്ലാം ഈ ഒരൊറ്റ ആത്മഭാവമാണ് കേട്ടോ. അത് മാത്രമേ സത്യമുള്ളൂ. തത്വമസി, ഹേ ശ്വേതകേതോ, അല്ലയോ ശ്വേതകേതോ, അത് നീയാണ്. ആ സത്യം തേടി നീ അങ്ങും ഇങ്ങൊന്നും പോണ്ട, സച്ചിദാനന്ദനെ തേടി ഒരിടത്തും പോണ്ട. നിന്റെ സ്വരൂപമാണ് സച്ചിദാനന്ദം. ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഈ ജ്വല്ലറി ഉടമസ്ഥനെ സംബന്ധിച്ച് ഏകദൃഷ്ടിയുള്ളൂ, സ്വർണദൃഷ്ടി. നിങ്ങൾ ഏതാഭരണം എടുത്താലും കൊള്ളാം, സ്വർണ്ണമേകം അയാൾക്കറിയാം. അയാൾ ആഭരണത്തെ കണ്ടറിയുന്നില്ലെന്നാരും വിചാരിക്കരുത്. ഒരുപക്ഷെ ആഭരണ ബുദ്ധി മാത്രമുള്ള ഈ കുട്ടിയേക്കാൾ ആഭരണത്തെ അവനാണ്. കാരണം ഓരോ മോഡലും എടുത്ത് അയാൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. വേണ്ടതിലധികം നമ്മളെ കൊണ്ട് വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ആഭരണ ദൃഷ്ടി അയാൾക്കുണ്ട്, ആഭരണം എന്ന അറിവ് അയാൾക്കുണ്ട്. പക്ഷേ ആഭരണ ദൃഷ്ടിയില്ല, അയാൾക്ക് സത്യത്വബോധമില്ല. അയാൾക്ക് സത്യത്വബോധം സ്വർണദൃഷ്ടി മാത്രമാണ്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അയാൾ ആഭരണത്തെ കാണുന്നില്ലെന്ന് ആരും പറയരുത്. അയാളെപ്പോലെ ആഭരണത്തെ കാണുന്നത് വേറെ ആരുമില്ല. പക്ഷെ അയാൾക്കറിയാം ഇത് സത്യമല്ല, ഇത് കേവലം വ്യാവഹാരികമാണെന്ന്.
സത്യം സ്വർണം മാത്രമെന്ന് അയാൾക്കറിയാം. അല്ലയോ സൗമ്യ? എപ്രകാരമാണോ ഒരു സ്വർണ്ണാഭരണത്താൽ സ്വർണം മുഴുവൻ മനസ്സിലാക്കപ്പെടുന്നത്? ഹേ സൗമ്യ, എപ്രകാരമാണോ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു എന്താ പറയുക, നെയിൽ കട്ടറാണ് പറയണത്, നഖനികൃന്തനം, അതിനെ കൊണ്ട് ലോഹമയമായ മുഴുവൻ മനസ്സിലാക്കപ്പെടുന്നത്? എപ്രകാരമാണോ ഒരു മൺപാത്രത്തിലൂടെ മണ്ണ് മുഴുവൻ മനസ്സിലാക്കപ്പെടുന്നത് എന്ന അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ ഈ ഒരു ഏകത്വജ്ഞാനത്തെ ശ്രുതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഈ ഒരു ദൃഷ്ടിയാണ് ഇവിടെ പറയപ്പെട്ടത്. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ ആ ജ്വല്ലറിയുടെ ഉടമസ്ഥന് ആഭരണം എന്തെന്നറിയാമെങ്കിലും ആഭരണങ്ങളെ സംബന്ധിച്ച വ്യവഹാരം നല്ലതുപോലെ സാധിക്കുമെങ്കിലും അതിൽ സത്യത്വബുദ്ധിയില്ല. അയാൾക്കറിയാം സുവർണം സത്യമെന്ന്. അതുപോലെ ഈ വൈവിധ്യങ്ങളെയൊക്കെ കണ്ടറിയാൻ കഴിയുന്ന ഒരു തത്വവിജ്ഞാനി, സർവം ഖലു ഇദം ബ്രഹ്മ ഈശാവാസ്യമിദം സർവം എന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നൊരു വിദ്വാൻ, അയാൾ സർവത്തെയും കാണുന്നുണ്ട്, അയാൾ വൈവിധ്യത്തെ കാണുന്നുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും അനധികാരികൾ വേദാന്തശാസ്ത്രത്തെ പ്രവർത്തിപ്പിച്ചിട്ട് ആകെ അബദ്ധാക്കാറുണ്ട്. ചില ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൊക്കെ ചിലർ തട്ടിവിട്ടു എന്ന് വരും. വിജ്ഞാനി എല്ലാത്തിനെയും ഒന്നുപോലെയാണ് കാണുന്നത്, വിജ്ഞാനി എല്ലാത്തിനെയും ബ്രഹ്മമായിട്ടാണ് കാണുന്നതെന്നൊക്കെ. എല്ലാത്തിനെയും ഒന്നുപോലെ കാണുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ദൃഷ്ടാന്തവും പറഞ്ഞു എന്ന് വരും. നിങ്ങൾ കേട്ടിട്ടില്ലേ, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനെ ശുനി ചൈവശ്വപാക്കേച്ച പണ്ഡിതാ സമദർശിനാം. എന്താ അർത്ഥം? വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനെയും പശുവേയും ആനയെയും പട്ടിയെയും പട്ടിയെ പാചകം ചെയ്യുന്നവനെയും വിദ്വാൻ ഒരുപോലെ നോക്കുന്നു എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നതാ. ഇതൊക്കെ നമ്മൾ കേട്ട് അതേപടി അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ കാണുന്നവനാണ് വിദ്വാനെങ്കിൽ അടിയന്തരമായിട്ട് അവനെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകണം. കാരണം ആനയെയും പശുവേയും ഒരുപോലെയാണ് കാണുന്നത് വെച്ചാൽ നേത്രരോഗമുണ്ട് അഥവാ മാനസിക രോഗമുണ്ട്, അല്ലാണ്ട് അങ്ങനെ സംഭവിക്കില്ല. അവിടെ ഗീതയിൽ വ്യക്തമായി വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ശപാക്കെ എന്ന് സപ്തമി വിഭക്തിയാണ് ഉപയോഗിച്ചത്. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പട്ടിയെ പാചകം ചെയ്യുന്നവനിലും വിദ്വാൻ സമദർശിയാണ്. അല്ലാതെ പട്ടിയെയും ആനയെയും ഒരുപോലെ കാണുന്നു എന്നല്ല പറഞ്ഞത്. പട്ടിയിലും ആനയിലും ഒന്നിനെ കാണുന്നു എന്നാണ്. രണ്ടും വളരെ വ്യത്യാസമുണ്ട്. അത് ശ്രദ്ധിക്കുക. സമലോഷ്ടാശ്മകാഞ്ചന എന്നൊക്കെ പറയുമ്പോൾ ചിലർ മണ്ണിനെയും സ്വർണത്തെ ഒരുപോലെ കാണുന്നു എന്നൊക്കെ പറഞ്ഞു. മണ്ണിനെയും സ്വർണത്തെ ഒരുപോലെ കണ്ടാൽ കണ്ണിന് തീരെ കുഴപ്പമുണ്ടെന്ന അർത്ഥം. മണ്ണിലും സ്വർണത്തിലും ഒന്ന് കാണുന്നു, അത് ശരി. രണ്ടും വളരെ അന്തരമുണ്ട്. അപ്പോൾ ഉപനിഷത്ത് അറിയാൻ വേണ്ടിയാണ് ഉപദേശിക്കപ്പെട്ടത്, അറിയിക്കാൻ വേണ്ടിയാണ് ഉപദേശിക്കുന്നത്. ശിഷ്യൻ ഇവിടെ അറിയാൻ ഇച്ഛുവായിട്ടാണ് ശ്രവിച്ചത്. അപ്പോൾ ഈ തത്വത്തെ അറിഞ്ഞാൽ, ഏത് തത്വത്തെ അറിഞ്ഞാൽ? എല്ലാം സ്വരൂപതയാ ഈശ്വരനാണെന്നറിഞ്ഞാൽ, എല്ലാം സ്വരൂപതയാ സത്യം ഏകമാണെന്നറിഞ്ഞാൽ അവിടെ വൈവിധ്യങ്ങളെല്ലാം പോയി. വൈവിധ്യങ്ങൾക്ക് സത്യത്വമില്ലെന്നറിഞ്ഞു. വൈവിധ്യങ്ങൾ പാരമാർത്ഥികമല്ല. വൈവിധ്യം ഇല്ല എന്ന് പറയരുത്, വൈവിധ്യങ്ങളില്ലെന്ന് പറയരുത്. അതിനാണ് മിഥ്യാശബ്ദം പ്രയോഗിക്കുന്നത്. പലരും ഒരു ശാസ്ത്രത്തിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി അതിനെ പഠിക്കാതെ അതിനെ കയറി വിമർശിക്കാൻ പോകും. ജഗത് മിഥ്യ എന്ന് പറഞ്ഞ വേദാന്തികളാണ് നാട് നശിപ്പിച്ചതെന്ന് പ്രസംഗിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. മിഥ്യാശബ്ദത്തിൻ്റെ അർത്ഥം പോലും അവർക്ക് അറിയില്ല. അവർ വിചാരിച്ച മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്ന അർത്ഥം എന്നാണ്.
ഇല്ലാത്തതെന്ന് അർത്ഥമില്ല. യത് അസത് ഭാസമാനം തൻ മിഥ്യ. അസത്വേ സതി ഭാസമാനത്വം മിഥ്യാത്വം. ഉണ്ടെന്ന് കാണപ്പെടുന്നു, ഉണ്ടെന്ന് വ്യവഹരിക്കപ്പെടുന്നു, ഉണ്ടെന്ന് അനുഭവിക്കപ്പെടുന്നു. പ്രമാണ വിചാരം ചെയ്യുമ്പോൾ സദ്വസ്തുവിൽ നിന്ന് ഭിന്നമായിട്ടില്ലെന്നറിയുന്നു. എന്തോ അത് മിഥ്യ. ഈ പ്രപഞ്ചം അഖിലവും മിഥ്യ തന്നെ. അസത്തെന്നാരും പറയരുത്. ആരെങ്കിലും ആചാര്യൻ അസത്തെന്ന് പറഞ്ഞ് കണ്ട അത് മിഥ്യ എന്നുള്ള അർത്ഥത്തിലാണെന്ന് മനസ്സിലായിക്കൊള്ളണം. അപ്പം ഈ ഒരു സത്യത്വബോധം ആരിലുറച്ചിരിക്കുന്നോ, ആരിൽ അറിഞ്ഞിരിക്കുന്നുവോ, എന്താണ് അയാളുടെ ജീവിതം, എങ്ങനെയുള്ളതാണ് അയാളുടെ ജീവിതം? ചോദ്യം. അതാണ് പറയുന്നത്, തേന ത്യക്തേന ഭുഞ്ജീഥാഹ. തേന ത്യക്തേന ഭുഞ്ജീഥാഹ. തേന അതിനെക്കൊണ്ട്, ത്യക്തേന ത്യജിക്കപ്പെട്ടതിനെ കൊണ്ട്, ഭുഞ്ജീഥാഹ പാലിച്ചാലും, നീ പാലിച്ചാലും. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ വളരെ യുക്തിപൂർവ്വം നമ്മളോട് പറഞ്ഞു തരും, ത്യജിക്കപ്പെട്ട ഒന്ന് നമ്മെ പാലിക്കുന്നില്ല. ത്യജിക്കപ്പെട്ടതിനെ കൊണ്ട് പാലിച്ചാലും എന്നാണല്ലോ പറഞ്ഞത്. ത്യജിക്കപ്പെട്ട ഒന്ന് നമ്മളെ പാലിക്കുന്നില്ല. നഹി ത്യക്തഃ പുത്രോ ഭൃത്യോ വാ ആത്മാനം പാലയതി. ത്യജിക്കപ്പെട്ട പുത്രനോ ഭൃത്യനോ നമ്മെ പാലിക്കുന്നില്ല. എന്നിരിക്കെ ത്യക്തേന ഭുഞ്ജീഥാഹ എന്ന ഋഷിവാക്യത്തിന്, ആർഷവചനത്തിന് നമ്മൾ അർത്ഥം മനസ്സിലാക്കണം, ത്യാഗം കൊണ്ട് എന്ന്. അവിടെ ത്യക്തേന എന്നുള്ളതിന് ത്യാഗേന എന്നർത്ഥം. ത്യാഗത്താൽ ഭുഞ്ജീഥാഹ പാലയേഥാഹ പാലിച്ചാലും. താത്പര്യം, ഈശാവാസ്യമിതം സർവം എന്നുള്ള സത്യത്വബുദ്ധി ആരിൽ സുദൃഢമാണോ അയാളെ സംബന്ധിച്ച്, സ്വർണബുദ്ധി ഏതൊരു ജ്വല്ലറി ഉടമസ്ഥനെ സംബന്ധിച്ച് സുദൃഢമാണോ അയാളെ സംബന്ധിച്ച് സകല ആഭരണ വൈജാത്യങ്ങളെയും കാണുമ്പോൾ തന്നെ അത് പരമാർത്ഥമല്ല എന്നറിയുന്ന പോലെ, ഈ കാണാകുന്ന വൈചിത്ര്യങ്ങളെയൊക്കെ ആസ്വദിക്കുമ്പോഴും ഇതിൻ്റെ പിന്നാലെ ജനങ്ങൾ മുഴുവൻ നെട്ടോട്ടം ഓടുന്നത് കണ്ട് ആന്തരികമായി അങ്ങനെ ഏത് ഭാവനയിൽ അയാൾ ഇരിക്കണത്, ഇതൊക്കെ കേവലം വ്യാവഹാരികമാണല്ലോ എന്നുള്ള ബോധത്തിൽ അയാൾ ഇരിക്കുകയാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ വൈവിധ്യം അയാളെ സംബന്ധിച്ച് അപ്രസക്തമായി കൊഴിഞ്ഞു വീണിരിക്കുകയാണ്. ഈ വിവിധ ഭാവങ്ങൾ അപ്രസക്തമായി അയാളിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇന്നലെ വരെ തന്നെ ഭ്രമിപ്പിച്ചവയായിരിക്കാം. പക്ഷെ സത്യമേകമെന്നുള്ള സത്യദർശനത്തിൽ ഈ വൈചിത്ര്യങ്ങളെല്ലാം മിഥ്യ തന്നെ എന്നുള്ള സുദൃഢമായ ബോധത്തിൽ ബാഹ്യവൈവിധ്യങ്ങൾ അപ്രസക്തമാകുന്നു. അപ്പോൾ സ്വാഭാവികമായി ഈ വൈവിധ്യങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ, ഈ വൈവിധ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആചരണക്രമങ്ങൾ, വിവിധങ്ങളായ ലോകങ്ങളെയോ കാര്യങ്ങളെയോ സംബന്ധിക്കുന്ന ഭാവനകൾ എല്ലാം സ്വാഭാവികമായി സഹജമായി അയാളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ളതൊക്കെ കൊഴിഞ്ഞുപോയി. അത് സ്വാഭാവികമാണ്, സഹജമാണ്. ഇന്നലെകളിൽ സ്വർഗം വേണം, സ്വർഗപ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന കർമ്മങ്ങളെ ആചരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ഈ ഈശാവാസ്യമിതം സർവം എന്നുള്ള ബോധം സുദൃഢമായപ്പോൾ അത്തരം കാമനകളെല്ലാം കൊഴിഞ്ഞൊഴിഞ്ഞു പോയി. സംശയം, അത്തരം കാമനകളുടെ തലം അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞു, ആഭരണം മിഥ്യയെന്നറിയുന്ന ജ്വല്ലറി ഉടമസ്ഥനാണ് അവിടെയുള്ള ഓരോ പാറ്റേണിലുള്ള ഓരോ ഡിസൈനിലുള്ള ആഭരണത്തെയും അറിയുന്നതും കാണിച്ചു കൊടുക്കുന്നതും. പക്ഷെ അതൊന്നും അയാളെ ബന്ധിക്കുന്നില്ല, ബാധിക്കുന്നില്ല. ഇതേപോലെ സത്യത്വദൃഷ്ടി ഉറച്ച വിജ്ഞാനിയെ സംബന്ധിച്ച് അയാൾ ജഗത് വൈചിത്ര്യങ്ങളെ കാണുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മറ്റാരെക്കാളും കാണുന്നു. പക്ഷേ അവ അയാളെ ബന്ധിക്കുന്നില്ല, അവയ്ക്കായിട്ട് അയാൾ വ്യാപരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, ആരെ സംബന്ധിച്ചവ പ്രസക്തങ്ങളാണോ അവരോട് അത് പ്രസക്തമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അയാൾക്ക് കഴിയും. പ്രനാശയം വ്യക്തമായി മനസ്സിലാക്കണം. ആർക്കത് പ്രസക്തമാണോ, എന്നാൽ മിഥ്യാധാരണകളെ കൊണ്ട് പ്രസക്തമല്ല എന്ന് അഭിനയിച്ച് കഴിയുന്നുണ്ടോ, അവരോട് ഇത് നീ അങ്ങനെ ചെയ്യരുത്, ഈ കാപട്യം നിനക്ക് വേണ്ടതല്ല, നിനക്കിത് പ്രസക്തമാണ്, അതുകൊണ്ട് നീ അതിൻ്റെ വഴിയെ പോകൂ എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി വ്യക്തമായി പറയണം എന്ന് തോന്നുന്നു ആ ആശയം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവേ നമുക്ക് നമ്മളെ സമൂഹത്തിൽ കാണപ്പെടുന്ന വലിയൊരു പതനമുണ്ട്. എന്താ പതനം വെച്ചാൽ, ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കില്ല, പ്രാഥമികമായി ജീവിതത്തിൽ അനുഷ്ഠിച്ചിരിക്കേണ്ടുന്ന കർമാചാരങ്ങളെ, ആചരണ പദ്ധതികളെ ശ്രദ്ധിക്കില്ല. എന്നിട്ട് അവയിലൊന്നും യാതൊരു മഹത്വവും കാണാതെ കഴിയുകയും ഏറ്റവും ഉയർന്ന വേദാന്ത ശാസ്ത്രം ആദ്യം തന്നെ അങ്ങ് പോയി പഠിക്കുകയും ചെയ്യും. അതൊരു കേമത്തമായിട്ട് സ്വയം വിചാരിക്കും. പൊതുവെ മലയാളികൾക്ക് ഏറെ സംഭവിച്ചു പോകുന്നൊരു രോഗമാണിത്. അതെ, അതിന് ദൃഷ്ടാന്തം പറയാം. ഈ ചിദാനന്ദപുരി സ്വാമി ഉണ്ടല്ലോ, എത്ര നല്ല സ്വാമിയാണെന്നറിയാം നിങ്ങൾക്ക്? നല്ല സ്വാമിയാ. അതെന്താ അത്ര നല്ല സ്വാമിയാവണത്? അദ്ദേഹം ഞങ്ങൾക്ക് മാണ്ഡൂക്യ കാരിക പഠിപ്പിച്ചു തന്നു, അല്ലെങ്കിൽ അദ്വൈത സിദ്ധി പഠിപ്പിച്ചു തന്നു, ഖണ്ഡനഖണ്ഡകാദ്യം പഠിപ്പിച്ചു തന്നു. നല്ല സ്വാമിയാ. അല്ലെങ്കിൽ അഷ്ടാവക്രഗീത പഠിപ്പിച്ചു തന്നു. ഇത്ര നല്ലൊരു സ്വാമിയുണ്ടോ? എടാ, നീ അറിഞ്ഞില്ലേ? അദ്ദേഹമാണല്ലോ പറഞ്ഞത്, നിങ്ങൾ അവിടെ നിൽക്കട്ടെ, നല്ലോണം ധനം സമ്പാദിക്കണം, കഠിനാധ്വാനം ചെയ്ത് ധനം സമ്പാദിക്കണം, ദിവസവും നാമം ജപിക്കണം, മന്ത്രജപമൊക്കെ ദിവസവും ചെയ്യണം. മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇരുന്ന് മൂത്രം ഒഴിക്കണം, നിന്ന് മൂത്രം ഒഴിക്കാൻ പാടില്ല. മൂത്രം ഒഴിച്ചാൽ ശൗചം ചെയ്യണം, നിർബന്ധമാണ്. ഇതൊക്കെ പറഞ്ഞു തരാൻ അയാൾ വേണം. ഞാൻ വിചാരിച്ച ആൾ നല്ലൊരു സ്വാമിയാണെന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. വലിയ വലിയ ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തൊക്കെയോ പറയുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കുന്നതും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ജീവിതത്തിൽ പ്രാഥമിക തലത്തിൽ നമ്മെ സംബന്ധിച്ചുള്ളത്, നമുക്ക് പ്രസക്തമായത് നാം ആചരിക്കേണ്ടത്, അതിലൊന്നും നമുക്ക് ഏറെ ശ്രദ്ധയില്ല. ഇത് വലിയൊരു രോഗമാണ്. ഇത് അക്രമമാണ്, വിക്രമമാണ്. ഇത് ക്രമമല്ല. ഇത് വലിയ അപചയത്തെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ കുറ്റം വേദാന്തത്തിൻ്റെതല്ല, മറിച്ച് വേദാന്തത്തെ അക്രമമായി പഠിച്ച നമ്മുടെ കുഴപ്പമാണ്. പറഞ്ഞൊരർത്ഥം മനസ്സിലാക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് കുഴപ്പം വരും വെച്ചാൽ, അയ്യോ എന്തെങ്കിലും ആഗ്രഹിക്കണത് കുഴപ്പമാണ്, ആഗ്രഹിക്കാൻ പാടില്ല. എന്താ കാരണം? ഈശാവാസ്യമിതം സർവം, എല്ലാം ബ്രഹ്മം, പിന്നെ ഞാനത് ആഗ്രഹിക്കണ കുഴപ്പമല്ലേ? ഉള്ളിൻ്റെ ഉള്ളിലാണെന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എനിക്കത് വേണം, ഇത് വേണം, എനിക്ക് ധനം വേണം, ധനം കൊണ്ട് എനിക്ക് എന്ത് സിദ്ധമാക്കാൻ കഴിയും അതൊക്കെ വേണം എന്ന് അന്ധകരണത്തിൻ്റെ ചില തലങ്ങളിൽ ആഗ്രഹം ഉണ്ടാവും.
ബൗദ്ധികമായി എന്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്? ഈശാവാസ്യം ഇദം സർവം. വിജ്ഞാനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം ഞാൻ വിജ്ഞാനിയാണെന്ന് അടിക്കണ്ടേ? നിർബന്ധം. ഉടനെ ആഗ്രഹമൊന്നുമില്ല. എനിക്കങ്ങനത്തെ യാതൊരു ആഗ്രഹവും ഇല്ല. എന്തായി? വ്യക്തിത്വത്തിൽ ദ്വന്ദ്വം വന്നു. ഈ ദ്വന്ദ്വാത്മക വ്യക്തിത്വവുമായി ലോകത്തിൽ നമ്മൾ കഴിയും. ഇതൊരു ദൃഷ്ടാന്തത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാ. ഇത് പല വിഷയങ്ങളിൽ ഇതുപോലെ ദ്വന്ദ്വാത്മകത വരും. പുറത്തൊന്നുപോലെ കാണിക്കും, അകത്ത് വേറൊന്നുപോലെ ജീവിക്കും. ഈ ദ്വന്ദ്വാത്മകതയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒട്ടനവധി പേര് സ്ട്രെസ്സാണ്, ടെൻഷനാണ്, അതാണ് ഇതാണ്, ഉറക്കമില്ല, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പരാതിയായിട്ട് വരാറുണ്ട്. പ്രശ്നങ്ങൾ പറയാനേ നേരമുള്ളൂ. ശാന്തിയാണ്, സമാധാനമാണ്, സുഖാണെന്ന് പറയുന്നവരുടെ എണ്ണം കുറവ്. അഥവാ ആരെങ്കിലും പറഞ്ഞാൽ അതും ഇപ്പറഞ്ഞ തോതിൽ ദ്വന്ദ്വാത്മകത വെച്ചും കൊണ്ട് പറയുന്നതായിട്ടും അനുഭവത്തിൽ കാണുന്നു. എന്തേ കാരണം? കാരണം മറ്റൊന്നല്ല, ഈ പറഞ്ഞ ദ്വന്ദ്വഭാവമാണ്. അതുകൊണ്ട് പറയട്ടെ, ക്രമമായി നമ്മൾ ശാസ്ത്രത്തെ മനസ്സിലാക്കേണ്ടതാണ്. ആത്യന്തികമായ സർവം ഖലു ഇദം ബ്രഹ്മ എന്നുള്ളതായ വിജ്ഞാനിയുടെ തലം അതല്ല വ്യാവഹാരിക തലത്തിൽ ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരാളുടെ തലം. ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യണം? നല്ലോണം ആഗ്രഹിക്കണം. അല്ലാതെ കാപട്യം കാണിക്കരുത്. ഇവിടുന്ന് കുറച്ച് വേദാന്തം കേട്ടിട്ട് അതാണ് എൻ്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം അധ്യാരോപിച്ച് അതാണെന്ന് സ്വയം സങ്കല്പിച്ചിട്ട് അവസാനം മാനസിക പ്രശ്നമായി നമുക്ക് തീരും. ഏതൊരു വ്യക്തി ടെൻഷനാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ അവരുടെ വ്യക്തിത്വത്തെ അപഗ്രഥിച്ചാൽ നമുക്ക് മനസ്സിലാവും ചെയ്യേണ്ടതും ചെയ്യുന്നതും ഭിന്നമാണെന്ന്. ചെയ്യേണ്ടതും ചെയ്യുന്നതും ഭിന്നമല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല, ഉറപ്പാണ്. ചെയ്യേണ്ടത് എങ്ങനെ തിരിച്ചറിയണം? ഈ പ്രപഞ്ചത്തിലൊരു വ്യവസ്ഥയുണ്ട്. ധർമ്മമെന്നോ ഈശ്വരനെന്നോ വിളിച്ചോളൂ. ആ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു അണുവായി നിലനിൽക്കുന്നത്, ബ്രഹ്മാണ്ടമായി നിലനിൽക്കുന്നത് ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. ആ വ്യവസ്ഥയെ ലംഘിക്കാൻ, നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല. ആ വ്യവസ്ഥയിൽ എല്ലാത്തിനും സ്ഥാനമുണ്ട്. ഒരു പുൽക്കൊടിക്ക് സ്ഥാനമുണ്ട്, എനിക്കും സ്ഥാനമുണ്ട്. ഞങ്ങൾ രണ്ടും ഒരു യജ്ഞത്തിലെ കണ്ണികളാണ്. അവിടെ കൃമിക്കും കീടത്തിനും വിഷ്ണുവിനും ബ്രഹ്മാവിനും എനിക്കും നിനക്കും സ്ഥാനമുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും യജ്ഞത്തിലെ പങ്കാളികളാണ്. ഈ രീതിയിൽ നമ്മൾ പ്രപഞ്ച വ്യവസ്ഥയെ നോക്കുന്ന സമയത്ത് ചേരുംപടി ചേർത്ത് കോർത്ത് നിർത്തപ്പെടുന്ന ഘടകങ്ങളാണ് എല്ലാം എന്നറിയുമ്പോൾ നമുക്ക് നമ്മുടേതായ വ്യക്തിത്വ തലങ്ങളിൽ കർത്തവ്യങ്ങളുണ്ട്. അച്ഛനായിട്ട്, അമ്മയായിട്ട്, മകനായിട്ട്, മകളായിട്ട്, ഭാര്യയായിട്ട്, അതായിട്ട്, ഇതായിട്ട്. ഇവയെ തിരിച്ചറിയണം നമ്മൾ. അതാണ് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ കർമ്മണോഹ്യപി ബോധവ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. കർമ്മത്തിൻ്റെ തത്വം അറിയപ്പെടേണ്ടതാണ്. വികർമ്മത്തിൻ്റെ തത്വവും അറിയപ്പെടേണ്ടതാണ്. അകർമ്മത്തിൻ്റെ തത്വവും അറിയപ്പെടേണ്ടതാണ്. അതെന്താ ഭഗവാനെ അങ്ങനെ പറയുന്നത്? ഗഹന കർമ്മണോ ഗതി. കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ്. അതുകൊണ്ട് അവ അറിയപ്പെടേണ്ടതാണ്. എന്ത് ചെയ്യണമെന്നുള്ളത് അറിയണം. ആരിൽ നിന്നറിയണം? അറിഞ്ഞവരിൽ നിന്നറിയണം. അറിഞ്ഞവരറിയിക്കുന്നത് ശാസ്ത്രത്തിലൂടെയാണ്. ഇപ്പം ശാസ്ത്രബോധത്തെ സ്വയം നേടി അറിഞ്ഞവരിലൂടെ അറിയണം. ഈ പ്രപഞ്ചത്തിൻ്റെ പാരസ്പര്യത്തെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ അവസ്ഥയിൽ ഞാനെന്ത് ചെയ്യണം? ഇപ്പോൾ ഞാനെന്ത് ചെയ്യണം? ഇന്ന് ഞാനെന്ത് ചെയ്യണം? ഇവിടെ ഞാനെന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം എന്നറിഞ്ഞ് അത് ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് സംഘർഷം ഉണ്ടാവില്ല. ആര് സംഘർഷം ഉണ്ടെന്ന് പറയുന്നുണ്ടോ അപഗ്രഥിച്ചാൽ മനസ്സിലാവും ചെയ്യേണ്ടതും ചെയ്യുന്നതും ഭിന്നമായി പോകുന്നു. താല്പര്യം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന വ്യവസ്ഥയാകുന്ന ധർമ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മൾ എന്തോ പ്രവർത്തിക്കുന്നു. ഒരിക്കലും പാടില്ല. സാന്ദർഭികമായി ആനുഷംഗികമായി മറ്റൊന്ന് പറയട്ടെ. ഈശാവാസ്യം ഇതം സർവം എന്നുള്ളതിൽ വരുന്നതല്ല, പക്ഷെ ഇപ്പം പറഞ്ഞ വിഷയത്തിൽ വരുന്നതാ ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന്. ഈ വ്യവസ്ഥയിൽ നമ്മൾ ഒന്നറിയുന്നു, ഇന്ന് ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് നേടുന്നുണ്ടോ അത് ഞാൻ നേടേണ്ടതാണ്. ഇന്നെനിക്ക് എന്ത് ലഭിക്കുന്നുണ്ടോ അത് ഇന്നലേക്കളിലെ കർമാചരണത്തിലൂടെ ഞാൻ സമ്പാദിച്ചു വെച്ചതാണ്. ഇന്ന് നേടാൻ അർഹത നേടിയതാണ്. ഈ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ അനുഭവ വിശേഷങ്ങളെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ലോകത്തിൽ ആരെയും പഴിക്കില്ല. ഒരിക്കലും പഴിക്കില്ല. ആരെയും പഴിക്കാനില്ല, ആരെയും കുറ്റപ്പെടുത്താനില്ല. കാരണം ഇന്നത്തെ എൻ്റെ അവസ്ഥാവിശേഷത്തിന് കാരണക്കാരൻ ഞാനാകുന്നു. ഇന്നലേക്കളിലെ എൻ്റെ കർമാചരണത്തിൻ്റെ ഫലരൂപമാണ് ഇന്നത്തെ ഞാൻ. എങ്കിൽ നാളത്തെ ഞാൻ ഇന്നത്തെ എൻ്റെ ആചരണത്തിലൂടെ നിശ്ചയിക്കപ്പെടുന്നവനാണ്. സന്തോഷമായി നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നു. ഒരിക്കലും സുഖമില്ല എന്നൊരവസ്ഥ വരില്ല ഈ ബോധമുണ്ടെങ്കിൽ. രോഗങ്ങൾ വരും പോവും, രോഗങ്ങൾ വരും, രോഗങ്ങൾ പോവും, പക്ഷേ അസുഖം ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അസുഖം ഉണ്ടാവില്ല. രോഗങ്ങൾ വരും പോവും. രോഗം പാഞ്ചഭൗതികമായ ദേഹമുള്ള കാലത്തോളം വരികയും പോവുകയും ചെയ്യും. എല്ലാവർക്കും രോഗങ്ങൾ ഉണ്ടാവും, പക്ഷെ അസുഖം ഉണ്ടാവില്ല. ശ്രദ്ധിക്കുക. കാരണം ഈ പ്രപഞ്ചത്തെ ധരിക്കുന്ന നിലനിർത്തുന്നൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ അന്തർഭവിച്ചതാണ് എല്ലാം. അതിൽ നിന്ന് ഭിന്നമായിട്ടൊന്നില്ല. ആ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഞാൻ ജീവിക്കുമ്പോൾ അത് ധാർമ്മിക ജീവിതമാകും. ആ വ്യവസ്ഥയെ അറിഞ്ഞ് അതിനെ ലംഘിച്ച് ജീവിക്കുമ്പോൾ അത് ദുഃഖങ്ങളെ തരുന്നതാകും. ആ വ്യവസ്ഥയെ അറിയാതെ എന്തോ ഏതോ ചെയ്ത് ജീവിക്കുമ്പോൾ തട്ടിമുട്ടിക്കറങ്ങി പലതിലും പെട്ട് അങ്ങനെ ഞാൻ അലയേണ്ടതായിട്ട് വരും. മോഹാത്മകമെന്ന് വേണമെങ്കിൽ പറയാം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. വ്യവഹാര തലത്തിൽ തന്നെ ശാന്തിയും സമാധാനവും നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ തേന ത്യക്തേന എന്ന പദം പഠിക്കുമ്പോൾ ഈശാവാസ്യമിതം സർവം എന്നുള്ള ബോധ സാക്ഷാത്കാരത്തിലേക്ക് ഉയർന്നൊരു വിദ്വാനെ സംബന്ധിച്ച് അയാൾക്ക് പ്രത്യേകിച്ചൊന്നിലും ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ത്യാഗമാണ് അയാളുടെ മാർഗം, ത്യാഗമാണ് അയാളുടെ ജീവിതം, ത്യാഗനിഷ്ഠമാണ് അയാളുടെ ജീവിതം എന്ന അർത്ഥം നാം ചിന്തിക്കുമ്പോൾ ആരും മിഥ്യാധാരണയിൽപ്പെട്ട് ഞാനും ത്യാഗനിഷ്ഠമായ ജീവിതത്തിന് അധികാരിയാണെന്നങ്ങ് കരുതരുത് എന്ന് പറയാനായി ഇത്രയും പറഞ്ഞത്. അവനവന് എന്താണോ അധികാരം അതാകുന്നു അവനവൻ പ്രവർത്തിക്കേണ്ട മാർഗം. ഒരിക്കലും നമുക്ക് സംഘർഷങ്ങൾ ഉണ്ടാവരുത്. ശാസ്ത്രം പഠിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുന്നും വേദാന്തം കേട്ടതിൻ്റെ ഫലമായിട്ട് ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് സങ്കല്പിച്ച് ഉള്ളതായ വൃത്തികളെ മറച്ചു വെച്ച്
അതൊന്നും എനിക്കില്ല കേട്ടോ, എനിക്കൊരാഗ്രഹമില്ല എന്ന് ഞാൻ കേട്ടിട്ടില്ലേ. എന്ത് അർത്ഥം അനർത്ഥം ഭാവയ നിത്യം നാസ്തി തതസുഖലേശ സത്യം പുത്രാദപി ധനഭാജാം ഭീതി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അസലായിട്ടറിയാം ഈ പണമൊക്കെ എന്തിനാ സമ്പാദിക്കണത്, പണത്തിലൊക്കെ എന്താ അർത്ഥമുള്ളത്? പണം ആരെങ്കിലും കൊണ്ടുപോകുമോ? കൊണ്ടുപോകാനല്ല, കൊടുത്തു പോവാനാ അല്ലേ? പണം ആരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, പിന്നെ കൊടുത്തു പോവാനാ. ഇങ്ങനെ മിഥ്യാധാരണകളിൽ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണമെന്നറിയോ? സ്വയം മനസ്സിൽ അന്ധകരണത്തിൽ നമ്മളൊരു ഭിന്നതയെ ദ്വന്ദ്വാത്മകതയെ ഉണ്ടാക്കി വയ്ക്കും. ഈ ദ്വന്ദ്വാത്മകത പ്രശ്നങ്ങളായിത്തീരും. ചുരുക്കി പറഞ്ഞാൽ വേദാന്തം പഠിക്കാൻ പോയിട്ട് അസ്വസ്ഥത ഉണ്ടാവും. അതിനൊക്കെ നല്ല പഠിക്കാത്തതല്ലേ? ശാന്തിയും സമാധാനവും സുഖവും ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെങ്കിൽ അത് ശ്രദ്ധിക്കുക, നല്ലോണം ആലോചിക്കേണ്ടതാണ്. ഇത് കേവലം വേദാന്ത ശ്രവണത്തിൽ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. ഒരിക്കൽ ഒരു ചെറിയ ദൃഷ്ടാന്തം, വേദാന്ത പഠനത്തിൽ മാത്രമല്ല എന്ത് ചെയ്യുമ്പോഴും എന്നുള്ളത് പറഞ്ഞതിനൊരു ദൃഷ്ടാന്തം പറയാം. നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ബസ്സിന്. നമ്മളുടെ സീറ്റിൽ ഇരുന്നപ്പോൾ തന്നെ അടുത്തിരിക്കുന്ന ആളിങ്ങനെ എരിപൊരി കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തോ നമ്മളയാളൊന്നും ഉപദ്രവിച്ചിട്ടില്ല. കുറച്ചു നേരം എരിപൊരിയൊക്കെ കൊണ്ട്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓരോ ശ്വാസം അങ്ങനെ പുറത്ത് വരുമ്പോഴും നിശ്വാസം വരുമ്പോഴും മദ്യത്തിൻ്റെ ഗന്ധമുണ്ട്. ഇദ്ദേഹത്തെ എവിടെയൊക്കെയോ കണ്ടു പരിചയമുള്ള ആളുമാണ്, പ്രഭാഷണ വേദികളിലൊക്കെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടുണ്ട് സ്വാമി, മദ്യപിച്ചിട്ടുണ്ടല്ല മദ്യം കുടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ചുക്കുവെള്ളം കുടിച്ചിട്ടുണ്ട്, ചോറും കറിയും കഴിച്ചിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ വിളിച്ചു പറഞ്ഞോ നിങ്ങളോട്? ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട്, ഞാൻ ചുക്കുവെള്ളം കുടിച്ചിട്ടുണ്ട്, ചോറ് കഴിച്ചിട്ടുണ്ട്, കറി കഴിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞോ? എൻ്റെ ഉള്ളിൽ കിടക്കല്ലേ, ഇത് നിങ്ങളുടെ ഉള്ളിൽ കിടന്നാൽ പോരെ, പ്രശ്നമുണ്ടോ? ഇങ്ങനൊരു സംഭവം കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായി. ഇയാൾ മദ്യപിച്ചു എന്നുള്ളതിലല്ല ഞാൻ തെറ്റ് കാണുന്നത്. മദ്യപിച്ചു എന്നുള്ളതിൽ തെറ്റ് കാണാതിരിക്കണോ, അത് വേറെ പ്രകരണത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഇതിപ്പോൾ ചർച്ചയ്ക്ക് വെക്കുന്നില്ല. മദ്യപിക്കുന്നതിന് മുഴുവൻ തെറ്റെന്നൊന്നും പറയാൻ ഒക്കുമൊന്നുമില്ല. പക്ഷേ ഇയാൾ മദ്യപിച്ചത് തെറ്റാണെന്ന് ഇയാൾക്കറിയാം. അവിടെയാ തെറ്റ് കുഴപ്പം. മദ്യപിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മദ്യപിച്ചതിനാലാണ് ചിദാനന്ദപുരി സ്വാമിയുടെ സമീപത്തിരുന്നപ്പോൾ ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വന്നത്. ഇല്ലെങ്കിൽ പറയില്ലായിരുന്നു. കാരണം ഞാൻ ചുക്കുവെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറയുന്നില്ല, ഞാൻ ചായ കുടിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറയുന്നില്ല. ഉണ്ടോ? ആരും നമ്മൾ വിളിച്ചു പറയുന്നില്ല. ഇത് നമ്മൾ അയാളോട് പറഞ്ഞു മനസ്സിലാക്കി. ഏതായാലും അദ്ദേഹത്തെ പറ്റി പിന്നെ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ വർഷങ്ങളൊരു 5, 6, 7, 8, 9 വർഷം കഴിഞ്ഞപ്പോൾ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികൾ നമ്മളോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ സ്വാമിജിയായിട്ട് ബന്ധപ്പെട്ടു അത്രേ. എന്നിട്ട് സ്വാമിജിയോട് പറഞ്ഞു അത്രേ, ഇങ്ങനൊരു സംഭവം ഉണ്ടായ അതിന് ശേഷം ഇന്ന് വരെ അയാൾ മദ്യപിച്ചിട്ടില്ല ഈ കക്ഷി. അത് സ്വാമിജി നമ്മളോട് പറഞ്ഞത് ഈ ഡിസംബർ മാസത്തിലാണ്, ഈ അന്തര്യോഗത്തിന് ആശ്രമത്തിൽ കുളത്തൂരിൽ വന്നപ്പോൾ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ആശയം, വേദാന്തം പഠിക്കുന്നിടത്ത് ദ്വന്ദ്വാത്മകത വളരുന്നു, മദ്യപാനം ചെയ്യുന്നിടത്ത് ദ്വന്ദ്വാത്മകത വളരുന്നു, പൂജ ചെയ്യുന്നിടത്ത് ദ്വന്ദ്വാത്മകത വളരുന്നു, വ്രതം നോൽക്കുന്നിടത്ത് ദ്വന്ദ്വാത്മകത വളരുന്നു. ഇതൊന്നും ഇല്ലാത്തതല്ലേ നല്ലത്? ഇവ ദ്വന്ദ്വാത്മകതയാണ് വളർത്തുന്നതെങ്കിൽ. മനസ്സിലായില്ല പറഞ്ഞത്? മനസ്സിലായില്ല? ഒരിക്കലും ദ്വന്ദ്വാത്മകതയെ വളർത്തരുത്. നമുക്ക് അസ്വസ്ഥതയെ അശാന്തിയെ ഉണ്ടാക്കുന്നത് ലോകത്തിൽ മറ്റാരുമല്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വയം ഉണ്ടാക്കി തീർക്കുന്ന ദ്വന്ദ്വാത്മക ഭാവങ്ങളാണ്. വ്രതം നോൽക്കുന്നത് പറഞ്ഞു വെറുതെ പറയുകയല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവമുണ്ട്. ഈ കോഴിക്കോടിനടുത്ത് ഒരു ആശ്രമത്തിൻ്റെ വിഷയത്തിൽ ചില ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2 ഗ്രൂപ്പായിട്ട്, ഒരു ഭാഗത്ത് ഒരു സന്യാസിയും കുറച്ച് ഭക്തന്മാരും, വേറെ ഭാഗത്ത് കുറച്ച് ശബരിമലയ്ക്ക് മാല ഇട്ട സ്വാമിമാരും. ഇങ്ങനെ 2 വലിയ പ്രശ്നം ഉണ്ടായി. അതിന് മധ്യസ്ഥം പറയാൻ വേണ്ടി നമ്മൾ പോയി. 2 പേരുടെ വാദവും കേട്ടു. 2 പേരുടെ വാദവും കേട്ട ശേഷം ന്യായമായത് എന്താണോ അത് അഭിപ്രായമായിട്ട് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, മാലയിട്ട സമയമായിപ്പോയി, അല്ലെങ്കിൽ മുട്ടയോ കാണിച്ചു കൊടുക്കായിരുന്നു എന്ന്. നമ്മളത് മുണ്ടനം ചെയ്ത് അതേ ദിവസമായിരുന്നു പോയത്. അപ്പം നല്ല തിളങ്ങുന്ന മുട്ടയാണ്.
നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം തന്നെ കാണിച്ചു തന്നോളൂ. എന്തിനാ നിങ്ങൾ ഈ മാല ഊരണവരെ വൈരം വെച്ചുകൊണ്ടിരിക്കണത്? ഇപ്പം തന്നെ കാണിച്ചു തന്നോളൂ. എന്താ കാണിക്കേണ്ടത് വെച്ചാൽ, നേരെ മറിച്ച് അത് അവിടെ ദ്വന്ദ്വാത്മകതയില്ല. ആശയം മനസ്സിലായല്ലോ? അപ്പം തന്നെ അയാൾ എന്താ കാണിച്ചു തരേണ്ടത് വെച്ചാൽ, കാണിച്ച ഒരു ദ്വന്ദ്വാത്മകത അയാളിലില്ല. പക്ഷെ ഞാൻ മാല ഇട്ടിരിക്കുന്നു, അതുകൊണ്ട് വൈരം കാണിക്കാൻ പാടില്ല എന്നൊരു ഭാഗം, വൈരം ഉണ്ടാകുന്നു എന്നുള്ളത് വേറെ ഭാഗം. ദ്വന്ദ്വാത്മകത വന്നു, ഫ്രിക്ഷനായി, ആ വ്യക്തിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. എനിക്ക് എന്തെങ്കിലും ഒരു വസ്തു കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി, എന്തെങ്കിലും ഒരു വസ്തു ഇന്നതെന്നില്ല. എനിക്ക് തോന്നാൻ പാടില്ല, ഞാൻ സന്യാസിയാം. ദ്വന്ദ്വാത്മകത വന്നു, അസ്വസ്ഥതയായി. എന്തിനസ്വസ്ഥത? പറഞ്ഞ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ഇത്തരം മിഥ്യാവ്യവഹാരങ്ങളെ ഒഴിവാക്കുക. ഉള്ളതുള്ള പോലെ അംഗീകരിക്കുക. എനിക്ക് കാമമുണ്ട്, എടേ നീ കാമശാസ്ത്രം പഠിക്കുക, പരമാവധി കാമോപഭോഗത്തെ ചെയ്യുക, ഒരു പ്രശ്നവും. പക്ഷേ അവിടെയും ഇവിടെയും ഘടിക്കാത്ത വേദാന്തത്തെ നീ ഘടിപ്പിക്കരുത്. കാമശാസ്ത്രം നമുക്ക് ഉപദേശിച്ചു തന്നത് അജ്ഞാനികളൊന്നുമല്ല, മഹർഷീശ്വരന്മാർ തന്നെയാണ്. അർത്ഥസമ്പാദനത്തിനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തന്നത് മഹർഷീശ്വരന്മാരാണ്, മൂഢന്മാരല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, അദ്വൈത ആത്മദർശി മറ്റാരെക്കാളും ദ്വൈതം കാണുന്നുണ്ട്. മിഥ്യാപ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടി എപ്രകാരമുള്ളതാണെന്ന് അയാൾക്കറിയാം. അതിനനുസരിച്ച് അയാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അയാൾക്ക് യാതൊരു സംഘർഷവുമില്ല, അയാൾക്ക് യാതൊരു ദ്വന്ദ്വാത്മകതയുമില്ല. പിന്നെ എവിടെയാ പ്രശ്നം? അക്രമമായി വേദാന്തം പഠിച്ച് കുറേ മിഥ്യാസങ്കല്പങ്ങളെ മനസ്സിൽ കൊണ്ടു നടന്ന്, വ്യക്തമാണല്ലോ. അതുപോലെ ക്ഷേത്രോപാസന. അയ്യോ, ഭക്തനായി ഞാൻ ഇതൊന്നും പറയാൻ പാടില്ല എന്നിട്ട് പറയാനുള്ളിൽ ഇങ്ങനെ തിളയ്ക്കുകയും ചെയ്യും, ദ്വന്ദ്വാത്മകത, അസ്വസ്ഥത. ഭാര്യയെ ഞാൻ ഇതൊന്നും വിചാരിക്കാൻ പാടില്ല എന്നിട്ട് വിചാരിക്കും, ദ്വന്ദ്വാത്മകത. ഭർത്താവായ ഞാനിതൊന്നും വിചാരിക്കാൻ പാടില്ല, വിചാരം വരും, ദ്വന്ദ്വാത്മകത. എന്തിനീ ദ്വന്ദ്വാത്മകത? അതുകൊണ്ട് ഉള്ളതിനെ ഉള്ള പോലെ അംഗീകരിക്കുക. അതുകൊണ്ട് തന്നെ ഈ സർവാത്മദർശിക്ക് ത്യാഗം മാത്രമാണ് മാർഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ത്യാഗനിഷ്ഠയ്ക്ക് അധികാരിയാണെന്നാരും വിചാരിക്കരുത്. മറിച്ച് ഈശാവാസ്യം ഇദം സർവം എന്നുള്ള ബോധത്തിൽ സ്വാഭാവികമായി ത്യാഗത്തിൻ്റെ മാർഗം മാത്രമേ ഉള്ളൂ. അയാൾക്ക് കാമ്യകർമ്മങ്ങളില്ല, അയാൾക്ക് കാമ്യമില്ല. ദാ സ്വർഗം പിടിച്ചോളൂ, ദാ ഈ കർമ്മം ചെയ്താൽ സ്വർഗം കിട്ടും, റൈറ്റ്, ഒരു പ്രശ്നമില്ല, എനിക്ക് വേണ്ട. വേണോ? ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല, ഞാനൊന്നും ഇപ്പോൾ ചെയ്യാൻ പോകണില്ല, ഇത്രയേ ഉള്ളൂ. എന്നാലൊന്ന് സ്വർഗത്തിൽ പോയിക്കൂടെ? ഓ ആയിക്കോട്ടെ. എന്നിട്ടാണ് നിങ്ങൾ പോകാൻ മെനക്കെടാത്തത്? ഞാൻ ഇവിടെ തന്നെ സുഖമുള്ളവനാ, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകണത്? നീ പോകുന്നതിനും നീ അതിന് പരിശ്രമിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. ശ്രദ്ധിക്കുക. അതാണ് പറയുന്നത്, ഈ സർവാത്മദർശിക്ക് സർവം ഖലു ഇദം ബ്രഹ്മ എന്നുള്ള ബോധത്തിലേക്ക് ഉയർന്ന വിജ്ഞാനിക്ക് ത്യാഗം മാത്രമാണ് മാർഗം. ആ ത്യാഗനിഷ്ഠയിലൂടെ അയാൾ സ്വയം പാലിക്കുന്നു, തൻ്റെ ജീവിതത്തെ കൃതാർത്ഥമാക്കിയിരിക്കുന്നു. പ്രാപ്തം പ്രാപണീയം, പ്രാപിക്കേണ്ടതിനെ പ്രാപിച്ചിരിക്കുന്നു. കൃതം കൃത്യം, ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു. ഇതാണ് പാരമാർത്ഥികമായ സന്യാസം. ശ്രദ്ധിക്കുക. ഈ പാരമാർത്ഥികമായ സന്യാസം ആനന്ദമല്ലാതെ മറ്റൊന്ന് അല്ല. പാരമാർത്ഥികമായ സന്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ സന്യാസിയാണ്, എന്താ കാവ്യം എടുത്തിട്ടുണ്ട്, മൊട്ട പഠിച്ചിട്ടുണ്ട്, പേര് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊന്നുമല്ല പാരമാർത്ഥിക സന്യാസം. ഈ ഒരു ജ്ഞാനനിഷ്ഠയിൽ സ്വാഭാവികമായി സഹജമായി സർവകർമ്മങ്ങളും കൊഴിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥാവിശേഷമാണ് പാരമാർത്ഥിക സന്യാസം. അപ്പോൾ ഈശാവാസ്യമിദം സർവം എന്നുള്ള ജ്ഞാനം പാരമാർത്ഥിക സന്യാസമാണ്. ശ്രദ്ധിക്കുക. ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
ഒരു ഉപദേശവാക്യം കൂടിയുണ്ട്, മാ കൃത കസ്യ സ്വിദ്ധനം. അത് നമുക്ക് നാളെ ചിന്തിക്കാമെന്ന് വിചാരിക്കുക. എന്താ അപ്പോൾ നാളെ ഇരിക്കുമ്പോൾ വായി വരിക എന്നറിയില്ല. എന്തായാലും അതാണിപ്പോൾ ഇതിൽ പറയാനുള്ള മറ്റൊരു വിഷയം. പിന്നെ ഈ പറഞ്ഞത് തന്നെ കുറച്ചും കൂടി ചില ആശയങ്ങൾ സ്പർശിക്കേണ്ടതുണ്ട്. അത് നമുക്ക് നാളെ കൃത്യസമയത്തിന് ഒത്തുചേർന്നിട്ടാവാം. ശരി.